ഗുഡ് മോർണിംഗ് സേതു. ഇത് മഴയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും. അത് ഒന്നാം പേജിലും അതോടൊപ്പം തന്നെ മറ്റ് പേജുകളിലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഇന്ന് മഴ വാർത്തകളാണുള്ളത്. അത് പല ജില്ലകളിൽ ഇടുക്കിയും കോട്ടയത്തും അതുപോലെ തന്നെ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും എല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് പ്രധാനപ്പെട്ട വാർത്തകളായി എല്ലാ പത്രങ്ങളിലും ഉള്ളത്. കേരള കൗമുദിയുടെ ഹെഡ്ലൈൻ ഇടുത്തി മഴ എന്നാണ്. 9 മരണം, 6 പേരെ കാണാതായി, പലയിടത്തും ഉരുൾപൊട്ടൽ, നദികൾ കരകവിഞ്ഞു, റാന്നിയും പാലായും മുങ്ങി. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇന്നലെ കോട്ടയത്ത് ഈരാറ്റുപേട്ട പൂഞ്ഞാർ പയ്യാനത്തോട്ട് അമ്മയുടെ മകൻ്റെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ആ ചിത്രം, അതെന്താണ് അവിടെ സംഭവിച്ചതെന്നും എത്ര ഒരു മനോഹരമായൊരു വീടുണ്ടായിരുന്നത് പൂർണ്ണമായും ഉരുളെടുത്തു എന്നത് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇൻസൈറ്റിൽ ആ ചിത്രം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കേരള കൗമുദി അവരുടെ ഒന്നാമത്തെ പേജിൽ ഈ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമി പെരുമഴ പെയ്ത്ത് എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പാലാ മൂന്നാറിലെ ഗാന്ധി സ്ക്വയറിൽ നിന്ന് മഹാത്മാഗാന്ധി പ്രതിമ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ ചെയർമാൻ AP ജോസിൻ്റെ നേതൃത്വത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് പ്രതിമ മാറ്റുന്നൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ഭാവം രൗദ്രം എന്ന് പൂർണ്ണമായും ജലാശയങ്ങളുടെ സാഹചര്യം വളരെ മോശമായിരിക്കുന്നു, ആളുകളെ രക്ഷാപ്രവർത്തനത്തിനായി കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് പരീക്ഷകൾ മാറ്റിവെച്ചു. MG സർവകലാശാല തിങ്കളാഴ്ച പരീക്ഷ മാറ്റിവെച്ചു. 4-6 തീയതികളിൽ നടത്താനിരുന്ന 2ാം സെമസ്റ്റർ MA പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞായറാഴ്ച നടത്താനിരുന്ന സെറ്റ് പരീക്ഷയും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തെരഞ്ഞെടുപ്പിന് ഓഗസ്റ്റ് 4-5 തീയതികളിൽ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പും കായിക ക്ഷമതാ പരീക്ഷയും മാറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കുറെ കൂടി ഇൻഫോർമേറ്റീവായിട്ടാണ് മാതൃഭൂമി ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊന്നുമല്ലാത്ത മറ്റൊരു വാർത്തയാണ് മംഗളം. അതായത് നെഞ്ചുലച്ച് കണ്ണീർ പെയ്ത്തെന്നാണ് മംഗളത്തിൻ്റെ ഹെഡ്ലൈനെങ്കിലും അതിന് താഴെ അതിതീവ്ര പാളിച്ച എന്നൊരു വാർത്ത മംഗളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെഡ് അലേർട്ട് പ്രഖ്യാപിക്കാൻ വൈകി, മുന്നൊരുക്കങ്ങളും ഒഴിപ്പിക്കലും പാളി എന്നാണ് മംഗളം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയുടെ സാധ്യത മുന്നിലുണ്ടായിട്ട് മുന്നറിയിപ്പ് നൽകുന്നതിലും ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങളിലും ഗുരുതര പാളിച്ച. ഏറ്റവും കൂടുതൽ മഴ പെയ്ത പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്നലെ രാവിലെ വരെ ഓറഞ്ച് അലേർട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ദുരന്തം നടന്നതിന് ശേഷം അത് റെഡ് അലേർട്ടാക്കി എന്നുള്ള ഗുരുതരമായ കാര്യമാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത്. ദുരന്തങ്ങൾ പതിവായ മലയോര മേഖലകളിൽ പോലും മുൻകരുതലുകൾ ഉണ്ടായില്ല എന്ന് പറയുന്നു. മിന്നൽ പ്രളയമാണ് ഉണ്ടായത്, മണ്ണിടിച്ചിലുണ്ടായി. 2018 സമാനമായ സാഹചര്യം ഉണ്ടായി, പക്ഷേ അതിനനുസരിച്ചുള്ള മുന്നൊരുക്കം ഉണ്ടായില്ല എന്ന് മംഗളം പത്രം പറയുകയാണ്. ജനയുഗം പത്രം പൊളിറ്റിക്കൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ ദുരുപയോഗം വിവാദത്തിൽ. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പറന്നത് ഭാര്യാപിതാവിനെ കാണാൻ. LDF സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം ദൂർത്തെന്ന് പറഞ്ഞ് വിമർശിച്ച സർക്കാർ ഹെലികോപ്റ്റർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് മുഖ്യമന്ത്രി VD സതീശൻ എന്ന വാർത്തയാണ് ജനയുഗം ഒരു കോളം വാർത്തയായി പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. ദ ഹിന്ദുവിൽ ഒരു വാർത്ത, PM ശ്രീ പിണറായി ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റാൻഡ്സ് എന്ന കാര്യം പറയുന്നുണ്ട്. ഇതുവരെ PM ശ്രീ പദ്ധതിയിൽ അത് LDF സർക്കാരിന് വിമർശനം ഉന്നയിച്ച, പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വിമർശനം ഉന്നയിച്ച UDF ഇപ്പോൾ അതിൽ നിന്ന് മലക്കം പറയുന്നു. അത് ഏറ്റവും ഒടുവിലായി പാർലമെൻറ്റിൽ ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത, അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതുമായി യോജിച്ച് മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ പറഞ്ഞതിന് ശേഷവും PM ശ്രീയുമായി മുമ്പോട്ട് പോകുന്നതിനെ വിമർശിക്കുകയാണ് പിണറായി വിജയൻ. അത് മറ്റു പത്രങ്ങളിൽ ഒന്നാം പേജിൽ കണ്ടില്ല. ദ ഹിന്ദു അവരുടെ ഒന്നാം പേജിൽ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചന്ദ്രികയിൽ അവരുടെ 5ാം പേജിലൊരു വാർത്ത, ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇറാൻ, യുദ്ധാഗ്നിയിൽ എരിഞ്ഞടങ്ങും എന്നാണ്. അതായത് കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും US പൗരന്മാരോട് ഗൾഫ് മേഖലയിൽ നിന്ന് മാറാനും അല്ലെങ്കിൽ അവിടേക്ക് യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് യുദ്ധാഗ്നിയിൽ എരിഞ്ഞടങ്ങും എന്ന നിലപാട് കടുപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ചന്ദ്രിക അവരുടെ 5ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് പാചകവാതകം പൊള്ളും വിലയിൽ എന്നാണ്. പ്ലാസ്റ്റിക് സിലിണ്ടറിൽ തരും എന്നാണ്. സബ്സിഡിയിൽ നിന്ന് തലയുരാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു എന്നാണ് പറയുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുതിയ വാതക കണക്ഷൻ നൽകുന്നില്ലെന്ന പരാതിക്കിടെ പ്ലാസ്റ്റിക് സിലിണ്ടറുമായി എണ്ണ കമ്പനികൾ രംഗത്ത്. വില കൂടുതലുള്ള 10 കിലോ സിലിണ്ടറുകൾ നൽകാനുള്ള നടപടികളായി എന്നുള്ള വാർത്തയാണ്. കൂടുതൽ വിലയ്ക്ക് എന്നാൽ കുറഞ്ഞ അളവിൽ ഗ്യാസുള്ള സിലിണ്ടറുകൾ വിൽക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളൊരു വാർത്ത ഇന്ന് മറ്റു പത്രങ്ങളിലൊന്നും കണ്ടില്ല. അത്
ഇവിടെ മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ ആ വാർത്ത വളരെ പ്രാധാന്യത്തോട് നൽകിയിട്ടുണ്ട്. വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾക്ക് 198 രൂപ കുറച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് മാതൃഭൂമി. മാധ്യമത്തിലേക്ക് വന്നാൽ ഉൾപേജിലാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന നിലയിൽ പൊളിറ്റിക്കൽ വാർത്തകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ വാർത്ത, ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റിൽ ലീഗിനെ സംപൂജ്യരാക്കി കോൺഗ്രസ് എന്നാണ്. 8 പേരെ നാമനിർദ്ദേശം ചെയ്തപ്പോൾ ഒന്നുപോലും നൽകിയില്ല. മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെടാൻ ലീഗ് അനുകൂല കോളേജ് അധ്യാപക സംഘടന എന്നാണ്. സംസ്ഥാനത്തെ ഭരണമാറ്റത്തെ തുടർന്നുള്ള സർവകലാശാല സിൻഡിക്കേറ്റുകളുടെ പുനഃസംഘടനയിൽ മുസ്ലിം ലീഗ് നോമിനികളെ കൂട്ടത്തോടെ വെട്ടി കോൺഗ്രസ് ഏറ്റെടുത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മാധ്യമം അവരുടെ 5-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്ന് PM ശ്രീയാണ്. UDF പ്രതിസന്ധി രൂക്ഷമാക്കി PM ശ്രീ എന്നാണ്. ഉപസമിതി റിപ്പോർട്ട് വൈകിയേക്കും എന്നതുകൂടി പറയുന്നു. PM ശ്രീയിലെ പിന്മാറ്റം തിരിച്ചടിയാകുമോ, ആശങ്കയിൽ സർക്കാർ എന്ന മറ്റൊരു കോളം വാർത്ത കൂടി ചെയ്യുന്നുണ്ട്. നേരത്തെ ദ ഹിന്ദുവിൽ പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാറിന് കീഴ്പ്പെട്ടു ഇന്ന് പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യം പറയുന്നു. മുഖ്യമന്ത്രി കളവ് പറയുന്നു എന്ന് തോമസ് ഐസക് കൂടി പറയുന്ന വാർത്തയാണ് മാധ്യമം അവരുടെ 5-ാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. PM ശ്രീയെ ചൊല്ലി UDF പ്രതിസന്ധി രൂക്ഷമാകുന്നു. മുന്നണിയിൽ ഉൾപ്പെടെ ചർച്ച നടത്താത്ത വിഷയത്തിൽ അനാവശ്യ ധൃതി കാണിക്കരുതെന്ന് മുസ്ലിം ലീഗ് നിലപാടിൽ കോൺഗ്രസിൽ കടുത്ത അതൃപ്തിയാണുള്ളത് എന്നതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മാധ്യമം അവരുടെ 5-ാം പേജിൽ ആ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമിയിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് ഉൾപേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചൊരു വാർത്തയാണ്. ചോദിച്ചത് മാപ്പ്, കിട്ടിയത് ക്ഷമ എന്നാണ് ആ വാർത്ത. ന്യായമായ സമരത്തിൻ്റെ പേരിൽ സ്വന്തം രാജ്യത്ത് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും പോലീസ് അതിക്രമത്തിന് ഇരയാവുന്നു. ചുറ്റുമുള്ളവർ അന്ന് തന്നെ പറഞ്ഞു ഉത്തരവാദികൾ മാപ്പ് പറയണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മാപ്പ് പറയണമെന്ന്. പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും CJPയും നേരത്തെ സമരത്തെ പിന്തുണയ്ക്കുന്നവരും ആവശ്യപ്പെട്ടെങ്കിലും ഏറെ വൈകിട്ടും ആ മാപ്പ് പറച്ചിലുണ്ടായില്ല. പകരം ഇപ്പോൾ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് ആ വാർത്ത. ചോദിച്ചത് മാപ്പ്, കിട്ടിയത് ക്ഷമ എന്ന് മാതൃഭൂമി അവരുടെ ഉൾപേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ദീപികയിലൊരു വാർത്തയുണ്ട്. ദീപിക അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അവിടെ കോൺഗ്രസും RJDയും തമ്മിലുള്ള സഖ്യം വലിയ തരത്തിൽ പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ആ വാർത്ത. ബീഹാർ ഉപതെരഞ്ഞെടുപ്പ് RJDയും കോൺഗ്രസും 2 വഴിക്ക് മഹാസഖ്യം കടുത്ത പ്രതിസന്ധിയിലെന്നാണ്. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും കലഹത്തിലാണ് എന്നുള്ള വാർത്ത അവിടെ ദീപിക റിപ്പോർട്ട് ചെയ്യുന്നു. ബീഹാറിലെ ഒരു വാർത്ത എന്ന നിലയ്ക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്നു. സ്പോർട്സ് പേജിൽ 2 ഹെഡ്ലൈനുകൾ വായിക്കാം. അതിൽ ഇപ്പോൾ ഗ്ലാസ്ഗോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മെഡൽ ഇടി എന്നാണ് മനോരമ അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. വനിതാ ബോക്സിംഗിൽ ഇന്ത്യക്ക് 5 സ്വർണം. പാരാ ഷോട്ട്പുട്ടിൽ സ്വർണം നേടി സോമൻ റാണ. ഗെയിംസിൽ ഇന്ത്യക്ക് ഇന്നലെ 15 മെഡലുകൾ എന്നതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ആർക്കൊക്കെയാണ് മെഡൽ എന്നത് കൊടുത്ത് ഭംഗിയായി അവരതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നു മനോരമയിൽ. മാധ്യമത്തിൽ ഉള്ള ഹെഡ്ലൈൻ കുറെ കൂടി രസകരമായി എനിക്ക് തോന്നി. അൺബോക്സിംഗ് ഗോൾഡ് എന്നാണ് മാധ്യമം അവരുടെ സ്പോർട്സ് പേജിൽ ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. അൺബോക്സിംഗ് ഗോൾഡ് എന്ന് ബോക്സിംഗിൽ ഇന്ത്യയുടെ സ്വർണ്ണവേട്ട എന്നുള്ള കാര്യം കൂടി ചേർത്ത് മറ്റ് കാര്യങ്ങളും കൂടി ചിത്രങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് മാധ്യമവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു എഡിറ്റോറിയൽ കൂടി വായിച്ച് അവസാനിപ്പിക്കാം. അത് മാതൃഭൂമിയിലെ എഡിറ്റോറിയലാണ്. അവരുടെ 1-ാം പേജിലെ വാർത്ത അത് പാചകവാതക വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ്. അത് തന്നെയാണ് അവർ എഡിറ്റോറിയലാക്കിയിരിക്കുന്നത്. ഇത് കടുത്ത അനീതി എന്നാണ്. രാജ്യത്തെ ഇന്ധന ഇറക്കുമതിയും വിതരണ ശൃംഖലയും ഏറെക്കുറെ പൂർവ്വസ്ഥിതിയിലായിട്ടും പാചകവാതക വിതരണത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കാൻ അധികൃതർ തയ്യാറാകാത്തത് കടുത്ത അനീതിയാണെന്ന് പറയാതെ വയ്യ. പ്രതിസന്ധി ഘട്ടത്തിൽ കൈക്കൊണ്ട അനിവാര്യമായ നടപടികൾ സാഹചര്യം മാറിയിട്ടും പിൻവലിക്കാത്തത് എണ്ണ കമ്പനികളുടെ ഭാഗത്തെ ഗുരുതരമായ വീഴ്ചയായി കാണേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഊർജ്ജ സുരക്ഷ എന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ഓരോ വീട്ടിലെയും അടുക്കളയുമായി ബന്ധപ്പെട്ട ദൈനംദിന ജീവിതത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അനിശ്ചിതകാലത്തേക്ക് ഈ ദുരിതം നീട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ ഭരണകൂടവും പൊതുമേഖലാ എണ്ണ കമ്പനികളും ഉടൻ നടപടിയെടുക്കണം എന്നാണ് മാതൃഭൂമി അവരുടെ എഡിറ്റോറിയൽ പറയുന്നത്. സ്വാഭാവികമായും ഇന്നലെ ഉണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകൾ കൂടുതൽ ഇടം പിടിച്ചതുകൊണ്ട് തന്നെ മറ്റു വാർത്തകൾ ഇന്ന് സ്വാഭാവികമായി ദിനപത്രങ്ങളിൽ അത്രത്തോളം ഇല്ല. ഞായറാഴ്ച ആയതുകൊണ്ടതായ ചില എന്താ പറയുക അവരുടെ സപ്ലിമെൻറ്റിലേക്കും മറ്റും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതായും നമുക്ക് തോന്നും. ഏതായാലും ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിലുള്ളത്. തിരിച്ച് സേതുവിലേക്ക്.